നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഇന്ന് വലിയ ഒരു സന്തോഷത്തിന്റെ വാർത്ത കൂടി കൂട്ടിച്ചേർക്കാനുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ചാനൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ട് വിജയകരമായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ഒരുപാട് സാഹചര്യങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം നമ്മൾക്കറിയാം, ഇവിടെ നമ്മൾ പടപൊരുതുന്നത് നമ്മുടെ നാട്ടിനെ അത്ര കണ്ട് നീരാളിപ്പിടുത്തത്തിൽ ആയി അമർന്നിരിക്കുന്ന ഇസ്ലാമിക ജിഹാദിസം, മാത്രമല്ല കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു വലിയ വിഷം, അതൊക്കെ കൂടെ കൊണ്ട് നമ്മുടെ നാടിനെ എത്രത്തോളമാണ് ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ സമുദായാംഗങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് ബാധിക്കുക എന്നൊക്കെ നമ്മൾക്കറിയാം. അതിനെതിരെ ശക്തമായി പോരാടിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ചാനൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന ആ ഒരു 5 ലക്ഷം ക്ലബിലേക്ക് കയറി കടന്നിരിക്കുന്നത് എന്ന സന്തോഷ വാർത്ത. അതിൽ നിങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരുടെയും പിന്തുണ, അത് എടുത്തെടുത്തെടുത്ത് എത്ര പറഞ്ഞു കഴിഞ്ഞാലും അത് തീരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ ഇഷ്ടംപോലെ വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾക്ക് ആകെയുള്ള ശക്തി നിങ്ങളായിട്ടുള്ള പ്രേക്ഷകർ തന്നെയാണ്. എന്റെ വീഡിയോ അവതരണത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റേതൊക്കെ രീതിയിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. കാരണം ഞാൻ ബേസിക്കലി ജേർണലിസം കഴിഞ്ഞ ആളൊന്നും അല്ല. ഞാൻ ബേസിക്കലി അക്കൗണ്ടന്റ് ആണ്. ഞാൻ ഗൾഫിലായാലും മറ്റൊട്ടേറെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ അക്കൗണ്ട് സെക്ഷനിലായിരുന്നു ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. എന്റെ ജോലി മേഖല അക്കൗണ്ട് സെക്ഷൻ ആണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു മാധ്യമ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്നത് എന്റേതായിട്ടുള്ള പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ അത് എനിക്ക് പ്രസന്റ് ചെയ്യാൻ, എന്റെ ഭാഷയിൽ എന്റെ കഴിവിനനുസരിച്ച് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരിക്കാം. അതെല്ലാം സഹിച്ചുകൊണ്ട് എനിക്ക് പൂർണ്ണ പിന്തുണ തന്നുകൊണ്ട് എന്നെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടി സഹായിക്കുന്ന എന്റെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ചാനലിന് തുടർന്ന് നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടുകളും വേണം. അത് ഏതൊക്കെ രീതിയിലായാലും സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ വീഡിയോയുടെ ആദ്യ കമന്റ് നിങ്ങളൊന്ന് വായിക്കേണ്ടതാണ്, എല്ലാ മാന്യ പ്രേക്ഷകരും. ഇനി മറ്റൊരു സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. കാരണം എത്ര ശത്രുവായാലും ദുഷ്ടനായാലും അയാളുടെ പതനം കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഗുരുതുല്യനായി നമ്മൾ കരുതിയിരുന്ന, അതല്ലെങ്കിൽ ഓൺലൈൻ ചാനൽ മേഖലകളിലൊക്കെ എത്രയോ നമ്മുടെ സീനിയർ ആയിട്ടുള്ള പത്രപ്രവർത്തകൻ കൂടിയായിട്ടുള്ള ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ ഇന്ന് എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അയാൾ പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു സമയത്തൊക്കെ നമ്മൾക്കറിയാം, വീണ ജോർജിനെതിരെയൊക്കെ ഇയാൾ വ്യാജ വാർത്ത ചമച്ച സമയത്തൊക്കെ ഇയാൾ ഏകദേശം 38 ദിവസത്തോളം റിമാൻഡിലൊക്കെ കിടന്ന സമയത്ത് അയാൾക്കൊക്കെ വേണ്ടി നിരന്തരം വീഡിയോ ചെയ്ത് അയാൾക്ക് എതിരെ നടക്കുന്ന അന്യായങ്ങൾക്കെതിരെയൊക്കെ പടപൊരുതി സംസാരിച്ച വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ ഇയാൾ കൃത്യമായിട്ടും ആരാണ് എന്നുള്ളത് എനിക്ക് ബോധ്യമായത് ഏകദേശം ഒരു 4-5 മാസങ്ങൾക്ക് മുൻപ് തന്നെയാണ്. അതിൽ ആ ബോധ്യമായതിനു ശേഷം ഞാൻ അയാളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വിച്ഛേദിച്ചിരുന്നു. പിന്നെയാണ് ഇയാൾ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഇയാൾ മലപ്പുറത്തെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ പെരിന്തൽമണ്ണയിലുള്ള ഒരു ലേഡിയെ കൊണ്ട്, ഒരു വനിതയെ കൊണ്ട്, ഞാൻ RSSകാരിയാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലേഡിയെ വെച്ചുകൊണ്ട് സുരേഷ് ഗോപിക്കെതിരെ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഇയാൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഈ ലേഡിയെ എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. കാരണം ഈ ലേഡി നമ്മുടെ ചാനലിനെയും ബന്ധപ്പെട്ടിരുന്നു, ഇങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ ഒരു സ്റ്റോറി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ഇവർ പറഞ്ഞത് പച്ച കല്ല് വെച്ച നുണകളായതുകൊണ്ട് ഈ വിഷയം നമുക്ക് ചെയ്യാനാവില്ല എന്ന് അവരോട് കൃത്യമായിട്ട് പറഞ്ഞതിന്റെ പേരിൽ തന്നെ അവർ നമ്മളോട് ശത്രുത പുലർത്തുകയും, അങ്ങനെ ഇരിക്കെ ക്രൈം നന്ദകുമാറിനെ ഇവർ ബന്ധപ്പെടുകയും അത്തരത്തിൽ സുരേഷ് ഗോപി സാറിനെതിരെ വളരെ മ്ലേച്ഛകരമായിട്ടുള്ള രീതിയിൽ തന്നെ തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്നാൾ ഇയാൾ വീഡിയോ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്നത് ഇലക്ഷൻ വോട്ട് രേഖപ്പെടുത്തി പുറത്തു വരുന്ന സമയത്താണ് എന്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നത്. അപ്പോൾ തന്നെ ഞാൻ ക്രൈം നന്ദകുമാറിനെ വിളിച്ചു. നന്ദകുമാർ സർ, നമ്മൾ അന്നൊക്കെ അയാളെ സാറിനൊക്കെ വിളിച്ചിരുന്നു, ബഹുമാനത്തോടെ തന്നെയാണ് കണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇയാളെ വിളിച്ചു, സർ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന്. അയാളെ ഫോൺ ചെയ്തപ്പോൾ അയാൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ ഞാൻ ഓഡിയോ ഇട്ടു, പക്ഷെ അതിന് റെസ്പോൺസ് ഒന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അറിയുന്ന സത്യങ്ങൾ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് അങ്ങനെ ലൈവായിട്ട് ഞാൻ അപ്പോഴൊരു വീഡിയോ ചെയ്ത് കൃത്യമായിട്ടും ഈ സ്ത്രീ പറഞ്ഞത് പച്ച ശുദ്ധ നുണകളാണെന്നും ഈ സ്ത്രീക്ക് കാര്യമായി എന്തോ അസുഖം ഉണ്ടെന്നും പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു. അതിനെതിരെ ഈ നന്ദകുമാർ ചെയ്ത ശുദ്ധ ചെറ്റത്തരം എന്തെന്നറിയാമോ? ഈ ലേഡിയെ വെച്ചുകൊണ്ട് എനിക്കെതിരെ ഒരു പീഡന പരാതി. ഇന്നിപ്പോൾ എല്ലായിടത്തും മാർക്കറ്റുള്ള ഒരു സാധനമാണ് പീഡന പരാതി. 8, 10, 15 കൊല്ലം മുമ്പ് കൂടെ സുഖത്തില് സുഖിച്ച് ജീവിച്ചിട്ട് ആ സുഖമൊക്കെ അനുഭവിച്ചതിന് ശേഷം ആ സുഖം തന്ന പുരുഷനെ അയാളുടെ സമ്മതത്തോടെയും ഇവളുടെ സമ്മതത്തോടെയും നടന്നതാണെങ്കിൽ പോലും ഇന്ന് എന്നെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് സ്ത്രീകൾ ഇത്ര കണ്ട് ഈ പീഡന പരാതി, അതല്ലെങ്കിൽ കുട്ടികളുടെ പോക്സോ പരാതി, ഇതിലൊക്കെ നമ്മുടെ നാട്ടിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്.
അത്തരത്തിൽ തന്നെ ഈ ക്രൈം നന്ദകുമാർ അയാളുടെ ഒരു ജീവനക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ വെച്ചുകൊണ്ട് എനിക്കെതിരെ മറ്റൊരു വ്യാജ പരാതി കൊടുക്കുന്നു. ആ പരാതി പ്രകാരം 2-3 മാസം മുൻപ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതേ നോർത്ത് CA, അതായത് എറണാകുളം നോർത്തിലെ പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ഇപ്പൊ കസ്റ്റഡിയിലുള്ളത്. ഇതേ പോലീസ് സർക്കിളാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അന്ന് ആ സർക്കിൾ എന്നെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ അദ്ദേഹമൊക്കെ ഈ ക്രൈം നന്ദകുമാറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ഫുൾ കോമഡിയാണ് ഇയാൾ. അതായത് എങ്ങനെ കാശുണ്ടാക്കാമോ അത് എന്ത് ആരെ എങ്ങനെ കൊടുത്തിട്ടായാലും വേണ്ടില്ല കാശുണ്ടാക്കാൻ വേണ്ടി ഇയാൾ ഏത് പണിയും ചെയ്യുമെന്നുള്ളത് അത് നമ്മൾക്ക് അറിയുന്നതാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ നമ്മുടെ ശോഭേച്ചിക്കെതിരെയൊക്കെ പച്ച വ്യാജ വാർത്തകൾ ചമച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ആവശ്യപ്പെടുക, അതിൽ വല്ല നക്കാപ്പിച്ചും കിട്ടിയാൽ നക്കിക്കൊണ്ട് അങ്ങനെ ജീവിക്കുക, തന്റെ വൃത്തികെട്ട ജീവിതം ജീവിച്ചു തീർക്കുക എന്ന ലൈഫാണ് ഇയാളുടേത്. ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇയാൾക്കെതിരെ ഒരുപാട് വെളിപ്പെടുത്തലുകളുമായി ഒരുപാട് ആളുകൾ എന്നെ സമീപിച്ചു. അതിൽ 1-2 വീഡിയോകൾ നമ്മൾ പബ്ലിഷും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു വനിതാ സ്റ്റാഫിനെ വെച്ചുകൊണ്ട് എനിക്കെതിരെ പരാതി കൊടുക്കുന്നു. അങ്ങനെ നമ്മളെ അറസ്റ്റ് ചെയ്യിക്കുന്നു. ഇത് ആണുങ്ങൾക്ക് ചേർന്നതല്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ കാരണം? ആണുങ്ങളുമായിട്ടാണ് മുട്ടുക. ഇയാളുടെ പരിപാടി എന്തെന്നറിയാമോ? ഇയാൾ ആണല്ല എന്നുള്ളത് ഇയാൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് ഇയാളുടെ പെണ്ണുങ്ങളായിട്ടുള്ള സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ് ആർക്കെതിരെയും പരാതി കൊടുക്കുക. നമ്മൾക്കറിയാം നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അതായത് സ്ത്രീകൾക്ക് അനുകൂലമായി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ നിയമങ്ങളെ ഒരു സാക്ഷിയും വേണ്ട തെളിവും വേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പരാതി കൊടുത്താൽ തന്നെ പരാതി കൊടുക്കപ്പെടുന്ന ആ പ്രതി പാവം പിടിച്ച പ്രതിയാണോ നല്ലവനാണോ ചീത്തവനാണോ തെറ്റ് ചെയ്തോന്നൊന്നും ഇവിടെ നോട്ടമില്ല. എന്താ ചെയ്യാം? നേരെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും. അത് സാധാരണക്കാരാണെങ്കിൽ എന്തായിരിക്കും? നേരെ ഉള്ളിലിടും. എന്തായാലും ഇന്ന് ഈ ക്രൈം നന്ദകുമാറിന് കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. കാരണം ഞാൻ കൃത്യമായിട്ട് ഒരു വിശ്വാസിയാണ്, തീവ്ര വിശ്വാസി തന്നെയാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നരസിംഹമൂർത്തി എന്ന് പറയുന്ന ഒരു മൂർത്തിയുണ്ട്. ഈ മൂർത്തിയെ ഉപാസിക്കുന്ന ആളാണ് ഞാൻ. അദ്ദേഹം തന്നെയാണ് എന്റെ എല്ലാ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും എന്റെ മന്ത്രങ്ങൾ പൂർണ്ണമായിട്ടും എന്റെ നാമജപം പൂർണ്ണമായിട്ടും നരസിംഹമൂർത്തിയെ തന്നെയാണ്. എന്റെ മൂർത്തിയുടെ ആ രൗദ്രഭാവം മുഖത്തോട്ട് അതല്ലെങ്കിൽ എന്റെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഞാൻ ഉരുവിടുന്ന മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ നന്ദകുമാറിനെതിരെ ക്രൈം നന്ദകുമാറിനെതിരെ ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടും ഞാൻ വീഡിയോ പ്രസിദ്ധീകരിക്കാൻ ഇരുന്ന സമയത്ത് എന്റെ ഗുരു കാരണവന്മാരായിട്ടുള്ള നമ്മുടെ സംഘടനയിലുള്ള ഒരുപാട് വ്യക്തികൾ എന്നോടുള്ള അതിസ്നേഹം കൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു, ബൈജു ഇനി അയാൾക്കെതിരെ ഒന്നും ചെയ്യേണ്ട, അയാൾക്ക് കിട്ടാനുള്ളത് പ്രകൃതി തന്നെ കൊടുക്കുമെന്നുള്ളത് പറഞ്ഞത് കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഈ അക്ഷരം തെറ്റാതെ വിളിക്കാം, ഈ ചെറ്റയ്ക്കെതിരെ ഞാൻ വീഡിയോകൾ പിന്നെ ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. 100 കണക്കിന് വീഡിയോ ഇയാൾക്കെതിരെ ചെയ്യാനുള്ള തെളിവ് സഹിതം എൻ്റെ അടുത്ത് ഒരുപാട് നിരപരാധികൾ, ഇയാൾ ക്രൂശിച്ചിട്ടുള്ള ഒരുപാട് നിരപരാധികളാണ് വന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഗുരു കാരണവന്മാരുടെ, എൻ്റെ സംഘടനാ നേതാക്കന്മാരുടെ, അത് വ്യത്യസ്ത രീതിയിലുള്ള എൻ്റെ എത്രയോ പ്രായം മുതിർന്നവരും കുറഞ്ഞവരും ഒക്കെ ഉണ്ട്, അവരുടെയൊക്കെ നിർദ്ദേശാനുസരണം എന്നോടുള്ള ആ സ്നേഹം കൊണ്ട് അവരുടെ ആ വാക്കുകളെ മുഖവിലക്കെടുത്ത് ഈ ചെറ്റയോട് ഞാൻ തൽക്കാലം ക്ഷമിച്ചു. പക്ഷെ ഒരു സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ ക്ഷമിച്ചാലും എന്റെ ഗുളികൻ ക്ഷമിക്കില്ല, ഞാൻ ക്ഷമിച്ചാലും എന്റെ മൂർത്തികൾ ഇവനോട് ക്ഷമിക്കില്ല എന്നുള്ളത്. നമുക്ക് പണ്ട് ഒരു 2014-15 കാലത്തൊക്കെ ഞാൻ ഈ CPM വിട്ട് BJP-യിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിൽ ഇതുപോലെ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്ന ഒരു പച്ച വെളിച്ചം പോലീസിലെ ഒരു സുഡാപ്പി ഉണ്ടായിരുന്നു. ആ സുഡാപ്പി ഇതുപോലെ ഞാൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. മന്ത്രം ചൊല്ലുമ്പോഴും ഞാൻ ഓരോ നാമം ഉരുവിടുമ്പോഴും ഞാൻ ഇവന്റെ മുഖം മാത്രം എന്റെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഞാൻ മറ്റൊന്നും എന്റെ മൂർത്തിയോട് പറയാറില്ല. പക്ഷെ എന്റെ മൂർത്തി പിന്നീട് എന്റെ കൺമുന്നിൽ കാണിച്ചു തരും. ഓരോരുത്തരും ജീവൻ പോലും വെടിഞ്ഞ് നടക്കുന്ന നടപ്പിൽ ജീവൻ പോലും വെടിഞ്ഞു പോയിട്ടുള്ള പല വ്യക്തികളുമുണ്ട്. അതെന്റെ അനുഭവമാണ്. അത് കേൾക്കുന്നവർക്ക് കാണുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണെന്ന് പറയാം, വിശ്വാസികൾക്ക് അത് വിശ്വാസം തന്നെയാണ്. അത്തരത്തിൽ കൃത്യമായിട്ടും മന്ത്രം ഉപാസിക്കുന്ന അതല്ലെങ്കിൽ എന്റെ ഭഗവാനോട് കൃത്യമായിട്ട് ഞാൻ സന്തോഷത്തോടെ തന്നെ ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് മുഖം പോലും ഓർമ്മയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ മൂർത്തികൾ അവനെ എന്റെ ഈ പറയുന്ന സിനിമാ ഡയലോഗ് തന്നെ കടമെടുക്കാം, ഞാൻ ക്ഷമിച്ചാലും എന്റെ മൂർത്തികൾ അവനോട് ക്ഷമിക്കില്ല, ഗുളികൻ അവനോട് ക്ഷമിക്കില്ല എന്നുള്ളത് തന്നെ ഈ നന്ദകുമാറൊക്കെ അനുഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. നന്ദകുമാറിന് ചൂട്ടുമിന്നിച്ചുകൊണ്ട് എപ്പോഴും നടക്കുന്ന കുറെ സ്ത്രീജനങ്ങളുണ്ട്, ഇവന്റെ പിറകെ നടക്കുന്ന അതല്ലെങ്കിൽ ഇവൻ കൊണ്ടു നടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ഇവരൊക്കെ അനുഭവിച്ചേ പോവുകയുള്ളൂ. കാരണം തീർത്തും നിരപരാധികളായിട്ടുള്ള ഒരുപാട് 100 കണക്കിന് ആളുകളെ ദ്രോഹിച്ചിട്ടുള്ള ഈ നാറിയ, ഈ ചെറ്റ, ഈ കിളവൻ ചെറ്റയെ ഇന്നും ഇവിടത്തെ കേരള സമൂഹത്തിന് പേറേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇവിടത്തെ ഏറ്റവും വലിയ നാറിയ നമ്മുടെ സംസ്കാരം എന്നുള്ളത്. എന്തായാലും ഈ ചെറ്റയ്ക്ക് കൃത്യമായിട്ട്
വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു. നടി ശ്വേതാ മേനോനെ സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചതിന് പരാതി, ക്രൈം നന്ദകുമാർ പോലീസ് കസ്റ്റഡിയിൽ. ശ്വേതാ മേനോന്റെ പരാതിയിൽ എറണാകുളം നോർത്ത് പോലീസ് നന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കസ്റ്റഡിയിലാണ്. സോഷ്യൽ മീഡിയയിൽ നടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ചില വീഡിയോകൾ നന്ദകുമാർ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനെതിരെ നടി പരാതി നൽകിയത്. യൂട്യൂബ് ചാനലിലൂടെ ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തി എന്നാണ് പരാതി. കേസ് നന്ദകുമാറിനെ ചോദ്യം ചെയ്യുകയാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കസ്റ്റഡിയിൽ എടുത്തത്. അല്പസമയത്തിനകം നന്ദകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു. നോക്കൂ, ഈ ചെറ്റയോട് ശ്വേതാ മേനോൻ ഒരുപാട് ആവശ്യപ്പെട്ടത്ര അവർക്കെതിരെ കൊടുത്തുള്ള വീഡിയോ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അത് പ്രചരിപ്പിക്കരുതെന്ന് പച്ചയ്ക്ക് പറഞ്ഞു. സാധാരണ നമ്മൾക്കറിയാം, ഒരു സിനിമ നടി അല്ലെങ്കിൽ സ്ത്രീജനങ്ങളൊന്നും ഇത്തരത്തിൽ ഈ തെണ്ടിത്തരം കാണിക്കുന്ന ഈ വൃത്തികെട്ടവനെ പോലെയുള്ള ആളുകൾക്ക് മാപ്പ് കൊടുക്കാറൊന്നുമില്ല. എന്നിട്ട് ശ്വേതാ മേനോൻ ഇവനോട് അഭ്യർത്ഥിച്ചു, പോലീസിലൂടെ അഭ്യർത്ഥിച്ചു, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക, എനിക്ക് നിങ്ങൾക്കെതിരെ നടപടി എടുക്കാൻ താല്പര്യമൊന്നുമില്ല, നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഇവന്റെ ആ ഒരു തനതായ ഒരു അഹങ്കാരമുണ്ടല്ലോ, ആരും മുന്തും എന്നും ചെയ്താലും എനിക്ക് പുല്ലാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ ചെറ്റ സ്വഭാവമുണ്ടല്ലോ, ഇവനെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇവൻ പിണറായി വിജയനെതിരെയും കമ്മ്യൂണിസത്തിനെതിരെയും ഒക്കെ അതിശക്തമായ നിലപാടെടുക്കുന്നു എന്ന വ്യക്തി തന്നെ ആയതുകൊണ്ടാണ് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ ഇവൻ കൃത്യമായിട്ട് കാശ് വാങ്ങിക്കൊണ്ട് ആരെയും കൂട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചെറ്റയാണ് എന്ന് മനസ്സിലാക്കാൻ മാന്യ പ്രേക്ഷകർ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. അത്തരത്തിൽ ശ്വേതാ മേനോൻ ആവശ്യപ്പെട്ടു, ഇവൻ ഡിലീറ്റ് ചെയ്തില്ല. ഒരു രക്ഷയും ഇല്ലാത്തത് കൊണ്ടാണ് ആ സ്ത്രീ, അവരുടെ സംസ്കാര സമ്പന്നത കൊണ്ടാണ് ഇവനെതിരെ ഇത്ര നാളും പരാതി കൊടുക്കാതിരുന്നത്. അവൻ ചെയ്ത ആ ശുദ്ധ ചെറ്റ വീഡിയോ അതേപടി അവന്റെ ചാനലിൽ നിലനിർത്തിയപ്പോൾ ഈ പൊട്ടനെ അറിയില്ല സത്യത്തിൽ യൂട്യൂബിനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള വീഡിയോ ആണെന്ന് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ റിമൂവ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ അത് നിലനിർത്തി. അതുകൊണ്ട് പോലീസിന് അവനെതിരെ അവസാനം പരാതി സ്വീകരിച്ചുകൊണ്ട് കേസെടുത്ത് ഇനി ഉള്ളിൽ തള്ളുകയല്ലാതെ വേറെ മാർഗമില്ല. ഇനിയിപ്പോ അവനെ ഉള്ളിൽ തള്ളിയില്ലെങ്കിൽ പോലും എന്തായാലും ഇവന് കിട്ടേണ്ടത് ഇനിയും ഒരുപാട് കിട്ടാനുണ്ട് എന്നുള്ളതാണ്. കാരണം കാലം ഒന്നും കാത്തു വെക്കാതെ കടന്നു പോവില്ല എന്ന് നമ്മൾക്കറിയില്ലേ. ഒരു ബൂമറാങ് പോലെ ആ കാലം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മിലേക്ക് തന്നെ വരും. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെ കിട്ടുകയുള്ളൂ. ഞാൻ എന്താണോ നിങ്ങൾക്ക് തരുന്നത് അത് തന്നെ എനിക്ക് തരികയുള്ളൂ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദകുമാർ എന്ന് പറയുന്ന സ്ത്രീകളെ ഏതൊക്കെ രീതിയിൽ നമ്മൾക്ക് അയാളുടെ ചാനലിലൊക്കെ ഒന്ന് കയറിയാൽ അറിയാൻ പറ്റും. പണ്ട് കാലങ്ങളിൽ ഇയാൾക്ക് ക്രൈം വാരിക എന്ന് പറയുന്ന ഒരു വാരിക ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇയാളെ ക്രൈം നന്ദകുമാർ എന്ന പേരിൽ ഇയാൾ അറിയപ്പെട്ടു തുടങ്ങിയത്. ഇയാളുടെ വാരിക മറ്റൊന്നുമല്ല, വെറും ഒരു പൈങ്കിളി, അതായത് വെറും സ്ത്രീകളുടെ കുളിമുറിയിലേക്കും സ്ത്രീകളുടെ ആ സ്വകാര്യതയിലേക്കും ഒളിഞ്ഞ് പാത്ത് ചെന്നുകൊണ്ട് പച്ച നുണകൾ എരിവും പുളിയും ചേർത്തുകൊണ്ട് മലയാളിയുടെ ആ വികലമായിട്ടുള്ള ആ ഒരു സെക്സ് സങ്കല്പമുണ്ടല്ലോ, ഇത്തരത്തിലുള്ള കൊച്ചു പുസ്തകം വായിക്കുന്ന മലയാളിയുടെ ആ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഇവൻ ക്രൈം വാരിക ഇറക്കിയത്. അങ്ങനെയാണ് ഇവൻ ക്രൈം നന്ദകുമാർ എന്ന പേര് നേടിയത്. പിന്നെ നമ്മൾ കണ്ടു രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പിന് വേണ്ടി ഇവൻ ആർക്ക് വേണ്ടിയും എഴുതും, ആർക്ക് വേണ്ടിയും അത് മായ്ച്ചു കളയും, ആർക്ക് വേണ്ടിയും ഇവൻ എന്തും പറയും. എന്നിട്ടോ കാശ് കിട്ടിക്കഴിഞ്ഞാൽ, പോക്കറ്റിലായി കഴിഞ്ഞാൽ അതങ്ങോട്ട് പാടേ വിഴുങ്ങും. അത്തരത്തിൽ കൂട്ടിക്കൊടുപ്പ് മാധ്യമ പ്രവർത്തകൻ എന്ന ആ ലേബൽ എങ്ങനെയാണ് ഇവന് കിട്ടിയതെന്ന് എല്ലാവർക്കും അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പൂർണ്ണമായിട്ട് ഇരുന്ന് കഴിഞ്ഞാലും ഈ ക്രൈം നന്ദകുമാറിനെതിരെ പറഞ്ഞാൽ തീരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവൻ ജാമിദ ടീച്ചറോട് ഇവനൊരു പരാതി പറഞ്ഞത് ടീച്ചർ എൻ്റെ അടുത്ത് ഒരു തവണ പറയുകയുണ്ടായി. അതായത് ബൈജു എന്നെ തെറി വിളിച്ചതിന് കണക്കെത്ര അറിയോ ടീച്ചറെ? എന്റെ ജീവിതത്തിൽ ഇത്രയ്ക്ക് എന്നെ ആരും തെറി വിളിച്ചിട്ടില്ല എന്നുള്ളത് ഈ ക്രൈം നന്ദകുമാർ ജാമിദ ടീച്ചറോട് പരാതി പോലെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചറോട്, ശരിയാണ് ടീച്ചറെ, എന്റെയും ജീവിതത്തിൽ ഞാൻ ഇത്രയും തെറി ഒരാളെ വിളിച്ചിട്ടുള്ളത് ഇവനെ മാത്രമാണ്. കാരണം നമ്മൾക്കറിയാം, സുരേഷ് ഗോപി ആയാലും ശോഭാ സുരേന്ദ്രൻജി ആയാലും എത്രത്തോളമാണ് അവരെയൊക്കെ ഇവൻ ദ്രോഹിച്ചത് എന്നറിയുന്ന ഒരു ദേശീയ രാഷ്ട്രീയ സ്നേഹിക്ക്, അതല്ലെങ്കിൽ ഈ നാട്ടിൽ ധർമ്മം പുലരണം, അത് ശക്തമായിട്ടുള്ള നേതൃത്വത്തിലൂടെ പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും ഈ ചെറ്റ ചെയ്തിട്ടുള്ള ഒരുപാട് വാർത്തകളുണ്ട്. ആ വാർത്തകൾ കണ്ടാൽ ക്ഷമിക്കാനാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവനെ അക്ഷരം തെറ്റാതെ ഇന്നും ഏത് തെറിയും ഞാൻ വിളിക്കും. കാരണം എന്തെന്നറിയാമോ, ഇവൻ എനിക്കെതിരെ എന്ത് ചെയ്താലും എനിക്കത് വെറും ഇത് മാത്രമാണ്, അതല്ലെങ്കിൽ ഇത് മാത്രമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇവന് കൊടുക്കേണ്ടത് ഞാൻ നേരിട്ട് കൊടുത്തില്ലെങ്കിലും ഇവന് കിട്ടേണ്ട സമയം ഇനിയും കിട്ടുമെന്നുള്ളത് 100% പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഇരട്ട മധുരം തന്നെയാണ് നമ്മൾക്കുള്ളത്. കവർ ചെയ്തുകൊണ്ട് 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കവർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളായിട്ടുള്ള ഈ പറയുന്ന രാഷ്ട്രത്തെ കൂട്ടിക്കൊടുക്കുന്ന ചെറ്റകൾക്ക് കൃത്യമായിട്ട് കിട്ടേണ്ടത് തന്നെ കിട്ടുമ്പോൾ ഈ ഇരട്ടി മധുരം നിങ്ങളോട് പങ്കുവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് എന്ന് കൂട്ടിച്ചേർക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.